Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about some problems on addition as well as multiplication theorems of probability. Today, we are discussing about a new session, that is probability distribution. Probability distribution എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്ന 5th മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു സെക്ഷനാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് പ്രോബബിലിറ്റി തിയറി ആയിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആ ടേം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് സെമ്മിൽ X1 ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു പേപ്പർ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ ഈ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൂൾസിനെ പറ്റിയാണ് നമ്മളവിടെ ഡീൽ ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ഈ സെക്ഷൻസ് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു ടേം ആയിരുന്നു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്തായിരുന്നു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർക്കുന്നുണ്ടോ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഹിയർ ദ ടേം ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ടേബിൾ. ടേബിൾ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അവിടെ കൺവേ ചെയ്യുന്നത്. Therefore, frequency distribution means a table including the column head frequency. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോളം ഹെഡോട് കൂടിയ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. മറ്റ് കോളം ഹെഡ്സ് അവിടെ ഉണ്ടായിരിക്കും, എന്നാലും ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോളം ഹെഡും കൂടെ ആ ടേബിളിനകത്തുണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കോൾഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതേ സെൻസ് തന്നെ നമുക്ക് എന്തിനെ എടുക്കാം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും എടുക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഇൻ ദ സെയിം സെൻസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ടേബിൾ. ഒരു ടേബിളാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടേബിളിനകത്ത് ഏത് ഹെഡ് കാണും? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ഹെഡ് കാണും. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടേബിളിനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ സച്ച് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസോ സച്ച് ടൈപ്പ് ഓഫ് ടേബിൾസ് ആർ കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്ന കുറച്ച് ഡെഫിനേഷൻസിനെ പറ്റിയാണ് ഈ സെഷനകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 5 ഡെഫിനേഷൻസ് ആണ് ഞാൻ ഈ സെഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ തന്നെയാണത്. ഇറ്റ് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്തായിരുന്നു റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്? ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ഈസ് കണ്ടക്റ്റഡ് റിപ്പീറ്റഡ്ലി under essential homogeneous conditions gives one of the possible outcomes as a result and not a unique result. അതായത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ്? വിച്ച് ഈസ് കണ്ടക്റ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണത്. അണ്ടർ എസെൻഷ്യൽ ഹോമോജീനിയസ് കണ്ടീഷൻസ്, അതായത് സിമിലർ ആയിട്ടുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ റിപ്പീറ്റ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്ത്? റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഗീവ്സ് വൺ ഓഫ് ദ പോസിബിൾ ഔട്ട്കംസ് ആസ് എ റിസൾട്ട് ആൻഡ് നോട്ട് എ യുണീക്ക് റിസൾട്ട്. അവിടെ ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ കുറേ ഔട്ട്കംസ് കുറേ ടൈപ്പ് ഔട്ട്കംസ് നമുക്ക് കിട്ടുക. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രാവശ്യം എക്സ്പെരിമെൻ്റ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോയിൻ ടോസിങ്ങിൻ്റെ പ്രത്യേകത എന്താ? അത് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻ, ഹോമോജീനിയസ് കണ്ടീഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കോയിൻ ടോസിങ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഹെഡും ടെയിലും. ആ 2 പോസിബിൾ ഔട്ട്കംസിൽ ഓരോ തവണയും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? റിസൾട്ടായിട്ട് കിട്ടുന്നത്. സോ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ഔട്ട്കംസ് ഉണ്ട്. അതിൽ ആ കൂട്ടത്തിലുള്ള ആ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൽ ഓരോ ഔട്ട്കം യുണീക്ക് ആയിട്ടുള്ള ഔട്ട്കം ആവണമെന്നില്ല. ഇത് മാത്രമേ സംഭവിക്കാവുന്നില്ല. ഹെഡും വീഴാം, ടെയിലും വീഴാം. അപ്പം അതിൽ ഏതെങ്കിലും ഒരു ഔട്ട്കം എന്ത് വരാം? അവിടുത്തെ റിസൾട്ടായിട്ട് ആ പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് റിസൾട്ടായിട്ട് നമുക്കിവിടെ ഹാപ്പൻ ചെയ്യാം. അതാണ് പറയുന്നത്. Random experiment is an experiment which is conducted repeatedly
under essential homogeneous conditions, and it gives one of the possible outcomes as a result and not a unique result. എപ്പോഴും ഒരേ റിസൾട്ടിന് എപ്പോഴും ഹെഡ് എപ്പോഴും ടെയിൽ അങ്ങനല്ല, യുണീക്ക് റിസൾട്ട് ആയിരിക്കണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൽ ഏതെങ്കിലും ഒരു ഔട്ട്കം നമുക്ക് എന്തായിട്ട് വരാം, റാൻഡം എക്സ്പെരിമെൻറ്റ് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടാം. സോ ദാറ്റ് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് റാൻഡം വേരിയബിൾ. A variable whose value is determined by the outcome of a random experiment is called random variable. അതായത് നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അവിടുത്തെ ഔട്ട്കംസിൻ്റെ വാല്യൂസ് അസ്യൂം ചെയ്യുന്ന വേരിയബിൾ നമ്മളെന്ന് വിളിക്കുന്നത് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്കം ആയിട്ട് വരുന്ന വാല്യൂസ് ആയിരിക്കും എന്തിന് ലഭിക്കുന്നത്, റാൻഡം വേരിയബിൾസിന് ലഭിക്കുന്നത്. അഥവാ റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഈ റാൻഡം എക്സ്പെരിമെൻ്റ് വഴി റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഔട്ട്കംസ് വാല്യൂസ് ആയിട്ട് അസ്യൂം ചെയ്യുന്ന തരത്തിലുള്ള വേരിയബിൾസ് നമ്മളെന്ന് വിളിക്കുന്നത് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വൈൽ ടോസിങ് എ കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നു. അപ്പോൾ 2 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുന്നു. ടോസിങ് 2 കോയിൻസ് ആണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വൈൽ ടോസിങ് 2 കോയിൻസ്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഹെഡുകളുടെ എണ്ണം ആണ് എന്താണ് എടുക്കുന്നത്, റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ എണ്ണം ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ഒരു വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ന്യൂമറിക്കൽ നമ്പർ ആയിരിക്കും, ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. സോ ഇവിടെ ഞാൻ ആ റാൻഡം എക്സ്പെരിമെൻറ്റ് ടോസിങ് 2 കോയിൻസിൽ ഞാൻ എടുക്കുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഔട്ട്കംസ് ഏതൊക്കെയായിരിക്കും, HH, HT, TH ആൻഡ് TT. അപ്പം 4 ഔട്ട്കംസ് ആണ്. അത് ഹെഡ് എത്ര പ്രാവശ്യം വീഴാം, 0 ടൈംസ് വീഴാം, 1 ടൈം വരാം, 2 ടൈം വരാം അല്ലേ. സോ അതായത് നമ്മളുടെ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ HH, HT, TH ആൻഡ് TT അല്ലേ. ഇവിടെ എൻ്റെ റാൻഡം വേരിയബിൾ എന്തായിരുന്നു, നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വൈൽ ടോസിങ് 2 കോയിൻസ്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡുകളുടെ എണ്ണം. ഇവിടെ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡുകളുടെ പോസിബിൾ ആയിട്ടുള്ള എണ്ണം എത്രയൊക്കെ വരാം, TTക്കകത്ത് ഹെഡ്സ് ഒന്നും തന്നെ ഇല്ല. ദെർഫോർ എച്ചിൻ്റെ വാല്യൂ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എത്ര വരാം, 0 വരാം. ഇനി HTക്കകത്തും THനകത്തും ഒരേ ഒരു ഹെഡിൻ്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. ദെർഫോർ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എന്ത് വരാം, 1 വരാം. HHനകത്ത് 2 ഹെഡിൻ്റെ പ്രസൻസ്. അപ്പോൾ HH ആണ് നമുക്ക് ഔട്ട്കമായിട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ എത്ര ഹെഡിൻ്റെ പ്രസൻസ് ഉണ്ട്, 2 ഹെഡ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. ദെർഫോർ നമ്മളുടെ റാൻഡം വേരിയബിൾ ഏത് വരാം, 2 വരാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് അനുസരിച്ച് ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് ഡിഫൈൻ ചെയ്ത് വെച്ച റാൻഡം വേരിയബിൾ ഏതായിരുന്നു, നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വൈൽ ടോസിങ് 2 കോയിൻസ് എന്നുള്ള. അപ്പോൾ 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ എത്ര ഹെഡുകളൊക്കെ വരാം, 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എന്തിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, റാൻഡം വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ എക്സ് എന്നുള്ളതാണ് നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വൈൽ ടോസിങ് 2 കോയിൻസിന് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ഏതൊക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0, 1 ആൻഡ് 2. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് പൊസസ് ചെയ്യുന്ന വാല്യൂസ് നമ്മളൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അസൈൻ ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരാണ് എന്ത്, റാൻഡം വേരിയബിൾ. ഈ റാൻഡം വേരിയബിൾസ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഈ പേര് കണക്ക് തന്നെ ഉള്ളൂ. ഒരു റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ദോസ് റാൻഡം വേരിയബിൾസ് ഷുഡ് പോസസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ഫോർ ഇൻറ്റിജർ വാല്യൂസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 0, 1, 2, 3 എക്സെട്ര, അങ്ങനെ ഇൻറ്റിജർ വാല്യൂസ് ആണ് നമ്മളുടെ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഞാൻ എടുക്കുകയാണ്. ദ നമ്പർ ഓഫ് മിസ്റ്റേക്സ്
in a page there are number of typing mistakes in a page. ഒരു ബുക്കിനകത്ത് ഓരോ പേജിലെയും ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുടെ എണ്ണം ഞാൻ എന്തായിട്ടെടുക്കും, ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കും. അപ്പോൾ അവിടെ ആ റാൻഡം വേരിയബിളിനെ സംബന്ധിച്ച് അവിടെ ഒരു ബുക്കിനകത്ത് ഉള്ള ഓരോ പേജിലെയും ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുടെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ എണ്ണങ്ങൾ എന്തൊക്കെ വരാം, 0 വരാം, 1 വരാം, 2 വരാം, അങ്ങനെ ഉള്ള ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നു. നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഹാപ്പനിങ് ഇൻ എ സിറ്റി പെർ ഡേ. ഒരു ദിവസം ഓരോ സിറ്റിയിലും ഉണ്ടാകുന്ന ആക്സിഡൻസിൻ്റെ എണ്ണം. ഇപ്പോൾ ഈ കേരളത്തിലെ ഓരോ സിറ്റികളിലും ഒരു ദിവസം ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകളുടെ എണ്ണം അത് എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് ഹെഡ്സ് appear while tossing 2 coins. ഇവിടെ x appear ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഇതെല്ലാം തന്നെ എന്താണ്, ഇൻറ്റിജർ വാല്യൂസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് the corresponding random variable x is a discrete random variable എന്ന് നമുക്ക് പറയാം. And the next one is continuous random variable. Continuous random variable എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് നോൺ ഇൻറ്റിജർ വാല്യൂസും അസ്യൂം ചെയ്യുമെങ്കിൽ, ഇൻറ്റിജർ വാല്യൂസ് മാത്രമല്ല നോൺ ഇൻറ്റിജർ ആയിട്ടുള്ള ഡെസിമൽ വാല്യൂസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ വാല്യൂസും നമ്മളുടെ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുമെങ്കിൽ ആ തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. അഥവാ നമ്മളുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ഒരു ഇൻ്റർവെല്ലിലാണ് കിടക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 0, 1 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലാണ് നമ്മളുടെ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂ കിടക്കുന്നതെങ്കിൽ അവിടെ 0 വരാം, 1 വരാൻ ഇടയ്ക്കുള്ള ഏത് ഡെസിമൽ വാല്യൂ വേണമെങ്കിലും എന്ത് അസ്യൂം ചെയ്യാം, ആ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിലാണ് നമ്മളുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ കിടക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് വെയിറ്റ്. ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തർ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം വെയിറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ ഹൈറ്റ്, അതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന സാധാരണ എന്തുപയോഗിച്ചാണ്, ഡെസിമൽ വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഡെസിമൽ വാല്യൂസ് ആയിരിക്കും കൂടുതൽ അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ഡെസിമൽ വാല്യൂസ്, ഇൻറ്റിജർ വാല്യൂസ് മാത്രം, ഇൻറ്റിജർ വാല്യൂസിന് പുറമെ എന്താണ് ഡെസിമൽ വാല്യൂസ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുമെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ് ആർ കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. അഥവാ നമ്മളുടെ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂ ഒരു ഇൻ്റർവെല്ലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 0 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂ 0.7 0.5 0.3 0.0 അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിൽ, ഇൻ്റർവെല്ലിൽ ഏത് വാല്യൂ വേണമെങ്കിൽ നമ്മളുടെ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തരത്തിലുള്ള വേരിയബിൾസ് ആണെന്ന് വിളിക്കുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് നമ്മൾ വിളിക്കുന്നു. ആൻഡ് ദാറ്റ്സ് അബൌട്ട് റാൻഡം വേരിയബിൾസ് വിച്ച് ആർ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ടേബിൾ ഇൻക്ലൂഡിങ് ദ ഹെഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ഹെഡും കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആ ടേബിളിനെ നമ്മളെന്ന് വിളിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ലിസ്റ്റിംഗ് ഓഫ് വേരിയസ് വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾ. ലിസ്റ്റിംഗ് മീൻസ് എന്താ, ടേബിൾ ആക്കി എഴുതുക. It is the listing of various values of the random variable with the corresponding probability associated with each value of the random variable. അതായത് നമ്മുടെ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ റാൻഡം വേരിയബിൾ ഒക്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബബിലിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ആ ടേബിളിൽ ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള ടേബിളിനെ എന്തെന്ന് വിളിക്കുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എടുക്കുക, ടോസിങ് 2 കോയിൻസ്, 2 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമ്മൾ എടുത്തത് എന്താണ്, നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വൈൽ ടോസിങ് 2 കോയിൻസ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് അഥവാ എക്സ് ഐ, അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കുറേ ഉണ്ടാവില്ല, അപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂ ഞാൻ എടുത്തു എക്സ് ഐ എന്നെടുത്തു, എക്സ് സഫിക്സ് ഐ. അത് ഏതൊക്കെ വരാം, 0 വരാം, 1 വരാം, 2 വരാം. 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോഴത്തേക്കും 2 പ്രാവശ്യവും ടെയില് വീഴാം, ഒരു പ്രാവശ്യം മാത്രം ഹെഡ് വീഴാം. അത് എച്ച് ടിയും ടി എച്ചും ഉണ്ടാവാം, അല്ലെങ്കിൽ 2 പ്രാവശ്യവും ഹെഡ് വീഴുക എച്ച് എച്ചും ഉണ്ടാവും.
അപ്പോൾ അവിടുത്തെ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0യും 1ഉം 2. ഇനി ഇവയുടെ പ്രോബബിലിറ്റിയും കൂടെ ഞാൻ എഴുതുകയാണ്. പ്രോബബിലിറ്റി ഓഫ് xi, പ്രോബബിലിറ്റി ഓഫ് xi ഞാൻ എഴുതുമ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ 0 ടൈംസ് ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താ? ഇറ്റ് ഈസ് 1/4 ആണ് അല്ലേ? ദാറ്റ് ഈസ് 1/4. 4 ടോട്ടൽ ഔട്ട്കംസ്, ഇതിൽ പോസിബിൾ ഔട്ട്കംസ് 4 ഉണ്ട്. അതിൽ ഒരു വട്ടം മാത്രമാണ് എന്ത് വരത്തില്ല, ഹെഡ് വരാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. പ്രോബബിലിറ്റി ഓഫ് x is equal to 0 is 1/4. അഗെയിൻ പ്രോബബിലിറ്റി ഓഫ് x is equal to 1. ഒരു പ്രാവശ്യം മാത്രം ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 2 വട്ടം അല്ലേ? ടോട്ടൽ 4 ഔട്ട്കംസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫേവറബിൾ കേസ് എത്ര മാത്രമേ ഉള്ളൂ? 2, 2/4. ആൻഡ് ഫോർ x is equal to 2 it is again the probability is 1/4. HH എന്ന് പറയുന്ന ആ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു റാൻഡം വേരിയബിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ലിസ്റ്റിംഗ് ഓഫ് വേരിയസ് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിൻ്റെ പലതരം വാല്യൂസിനെയും along with the corresponding probability associated with each value of the random variable. ആ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള വാല്യൂസിനെയും അവയുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടെ ചേർത്ത് ഞാൻ എന്ത് വരയ്ക്കുന്നു? ഒരു ടേബിൾ വരയ്ക്കുന്നു. ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള ടേബിൾ നമ്മൾ എന്ത് വിളിക്കും? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇനി ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ രണ്ട് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദ പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. നമ്മൾ പണ്ട് പഠിച്ചതാണ്. ആക്സിയംസ് ഓഫ് പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചതാണ്. എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്തിൻ്റെ ഇടയ്ക്കായിരിക്കും? 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇറ്റ് ക്യാൻ ബി 0 or it can be 1 or it can be between. The values can assume between 0 and 1. ഈ നമ്മൾ പ്രോബബിലിറ്റിയുടെ കോളത്തിൽ എഴുതുന്ന എല്ലാ വാല്യൂസും എന്തായിരിക്കും? 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. എക്സിൻ്റെ ഏത് റാൻഡം വേരിയബിളായ എക്സിൻ്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എപ്പോഴും 0യ്ക്കും 1നും ഇടയിലായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് സിഗ്മ പി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 1. അതായത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രോബബിലിറ്റിയുടെ കോളത്തിൻ്റെ സമ്മ, അതായത് സിഗ്മ പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന പ്രോബബിലിറ്റിയുടെ കോളത്തിൻ്റെ സം. ആ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ കോളത്തിൻ്റെ സം നമുക്ക് എഴുതാം 1/4 + 2/4 + 1/4. ദാറ്റ് ഈസ് 1 + 2 + 1 4/4 which is equal to 1. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോളത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യൂസ് എല്ലാം തന്നെ ബിറ്റ്വീൻ 0 and 1 ആൻഡ് ഓൾസോ ദി സിഗ്മ ഓഫ് പി ഓഫ് എക്സ്. ആ കോളത്തിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. And the next definition, that is mathematical expectation. ഈ ലാസ്റ്റ് വരുന്ന രണ്ട് ഡെഫിനേഷൻസ് നമുക്ക് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ആ ഡെഫിനേഷൻസ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, ഇറ്റ് ഈസ് ദ മീൻ ഓഫ് ദ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ. നമ്മളുടെ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസിൻ്റെ മീനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഥവാ ആവറേജ് ആണ് എന്ന് വിളിക്കുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ വിളിക്കുന്നത്. പുതിയൊരു പേരിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ വാല്യൂസ് അസ്യൂംഡ് ബൈ ദ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂകളുടെ എന്ത് ആവറേജിലാണെന്ന് വിളിക്കുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ എക്സ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഇ ഓഫ് എക്സ്, ഇറ്റ് ഈസ് ഈക്വൽ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇപ്രകാരമാണ്. മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രകാരം എന്ന് വെച്ചാൽ ഓരോ എക്സ് വാല്യൂവിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? സം ചെയ്യുക. നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ എക്സ് വാല്യൂവിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് പിന്നെ ഡിവിഷൻ പ്രൊസീജിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത്രയും ഒരു കോംപ്ലിക്കേഷൻ പോലും ഇല്ല. ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരുവാണെങ്കിൽ അവിടുത്തെ എക്സ് അഥവാ റാൻഡം വേരിയബിൾസിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ജസ്റ്റ് വാണ്ട് ടു
calculate the sum of the product of the random variables as well as its corresponding probabilities. ഓരോ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന ഓരോ വാല്യൂസിനെയും അതാത് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവയുടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടും. That is sigma xi t of xi for I is equal to 1 to n. x1, x2, x3, etc. xn വരെയുള്ള റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസിനെ അതാത് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവയുടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ കിട്ടും. ദാറ്റ് ഈസ് ദ മീൻ ഓഫ് ദ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഒരു റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വിലകളുടെ ആവറേജ് വാല്യൂ, ഒരു മീൻ വാല്യൂ എന്ന് വിളിക്കുന്നത് mathematical expectation എന്ന് വിളിക്കുന്നത്. And the next one is variance of a random variable, that is v of x. x ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ വേരിയൻസ് അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? ആ മീൻ വാല്യൂവിൽ നിന്നും എത്രമാത്രം വേരിയൻസോട് കൂടിയാണെങ്കിൽ എത്രമാത്രം ഡിഫറൻസിലാണ്, ഡീവിയേഷനിലാണ് മറ്റുള്ള എക്സ് വാല്യൂസ് കിടക്കുന്നത്. ആ ഡീവിയേഷൻ നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഈ വേരിയൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു x1, x2, എക്സെട്ര n വരെയുള്ള xn വരെയുള്ള വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ x1 മുതൽ xn വരെയുള്ള വാല്യൂസിൻ്റെ മീൻ വാല്യൂ നമ്മൾ എന്തുപയോഗിച്ച് കണ്ടുപിടിച്ചു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ആ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൽ നിന്നും എത്രമാത്രം വ്യത്യാസത്തിൽ അഥവാ ഡീവിയേഷനിലാണ് ബാക്കിയുള്ള എക്സ് വാല്യൂസ്, x1 മുതൽ xn വരെയുള്ള എക്സ് വാല്യൂസ് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്താണ് കിടക്കുന്നത് എന്തിൽ നിന്ന്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൽ നിന്ന്. ആ ഡീവിയേഷനെ സൂചിപ്പിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ ആണെന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ ഫോർമുല മാത്രം പഠിക്കാനുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഓഫ് ദ വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ ഫ്രം ഇറ്റ്സ് എക്സ്പെക്റ്റഡ് വാല്യൂ. ആ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂവിൽ നിന്നും ആ റാൻഡം വേരിയബിൾസ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസം, ആ ഡീവിയേഷൻ നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? വേരിയൻസ് ഓഫ് എക്സ് കൊണ്ട്, ഓർ വേരിയൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല. രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഫോർമുല സിംപ്ലിഫൈഡ് വേർഷൻ ആണ് ഇത്. ഒന്നുകിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഫോർമുലയുടെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷനാണ്. അതിൽ കുറച്ചുകൂടി സിമ്പിളെന്ന് തോന്നുന്നു. പ്രോബ്ലം നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് ഈ ഡെഫിനേഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് എളുപ്പം. സോ വേരിയൻസ് ഓഫ് എക്സ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അവയുടെ എല്ലാം സ്ക്വയർ കണ്ടുപിടിച്ച് അതിൻ്റെ എക്സ്പെക്ടേഷൻ എടുത്തതിന് ശേഷം എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ സ്ക്വയറിൽ നിന്നും അവയെ മൈനസ് ചെയ്യുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എന്തായി ഉദ്ദേശിക്കുന്നത്. നോട്ട് ദ ഫോർമുല ഓൺലി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ദ വേരിയൻസ് ഓഫ് എക്സ്, ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടതിന് ശേഷം അവയുടെ സ്ക്വയർ എടുത്ത് അതിൻ്റെ എക്സ്പെക്ടേഷൻ കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ചത് 5 ഡെഫിനേഷൻസ് ആയിരുന്നു. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന 5 ഡെഫിനേഷൻസ് നമ്മളിന്ന് പഠിച്ചത്. വാട്ട് ഈസ് റാൻഡം എക്സ്പെരിമെൻറ്റ്, വാട്ട് ഈസ് റാൻഡം വേരിയബിൾ, 2 types of random variables are there, discrete random variable as well as continuous random variable. The next one is probability distribution. Then mathematical expectation of a random variable as well as variance of a random variable. So ഈ 5 definitions നിങ്ങൾ lecture note എഴുതി എനിക്ക് home assignment ആയിട്ട് പോസ്റ്റ് ചെയ്യുക. So that's all for today's session. Thank you.